77 വരെയുള്ള കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം, അടിയന്തരാവസ്ഥ തീരുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 ഇലക്ഷൻ വരികയാണ്. 1977 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇലക്ഷൻ നടക്കുകയാണ്. ഈ 1957 മുതൽ 1970 കാലഘട്ടം വരെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഭാവശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പ്രഭാവശാലി എന്നാണ്. പ്രഭാവം, ഏറ്റവും കൂടുതൽ പ്രഭാവമുണ്ടാക്കിയ അല്ലെ പ്രഭാവശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും? EMS. അത് കഴിഞ്ഞിട്ട് 1970 അല്ലെങ്കിൽ 69 അവസാനം മുതൽ 77 അല്ല, ഈ പറഞ്ഞ വ്യക്തി അത് കഴിഞ്ഞ് സ്വാധീനം ചെലുത്തി 69 മുതൽ ഉദയം കൊണ്ട ഒരു ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ആര്? EK നായനാരല്ല. ഇത് ഒരുപാട് തവണ പറഞ്ഞു. EK നായനാരല്ല. EK നായനാർ 1980കളിലാണ്. EK നായനാർ രാഷ്ട്രീയത്തിലുണ്ട്. 80കളിലാണ് EK നായനാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖനായ വ്യക്തിയായിട്ട് വളരുന്നത്. ആരാണ്? കെ കരുണാകരനാണ്. അത് കഴിഞ്ഞിട്ട് 1977 ആകുമ്പോഴേ കോൺഗ്രസ്സിൽ പെട്ടെന്നല്ല, പുള്ളി കോൺഗ്രസ്സിലുണ്ട്, പക്ഷെ പെട്ടെന്ന് ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഉയർന്നു വരുന്നു? ആന്റണി ഉയർന്നു വരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധിയെ ദേശീയ കൗൺസിലിൽ വെച്ച്, ദേശീയ മീറ്റിങ്ങിൽ വെച്ച് അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ചു തുടങ്ങിയാണ് AK ആന്റണി. അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥയെ ആദ്യം സപ്പോർട്ട് ചെയ്തു, പിന്നീട് അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ചു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് ആന്റണി പിന്നീട് കേരളത്തിലും കോൺഗ്രസ് ഓയുടെ നേതാവായിട്ട് വളർന്നു. ഒരു സൈഡിൽ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാ ഗ്രൂപ്പും മറു സൈഡിൽ കോൺഗ്രസ് ഓയുടെ നേതൃത്വം വഹിക്കുന്നത് ആന്റണിയായിരുന്നു. അത് കഴിഞ്ഞ് ആന്റണി പിന്നീട് 80കളായപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കി. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPI CPM ഒക്കെ അവരോട് ചേർന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. പിന്നീട് പുള്ളിക്ക് വീണ്ടും വിചാരം ഉണ്ടായപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് ഇന്ത്യയുടെ കോൺഗ്രസിലേക്ക് തന്നെ വരികയും, എന്ന് വെച്ചാൽ കമ്പൈൻഡായിട്ട് കോൺഗ്രസ് കമ്പൈൻ ചെയ്തപ്പോൾ അതിലേക്ക് വരികയും ചെയ്തു. അപ്പം ഇതാണ് ആ ഒരു മെയിൻ 3-4 രാഷ്ട്രീയ മാറ്റങ്ങൾ. അപ്പം 77 ഇലക്ഷൻ വന്നപ്പം 70കളിലെ ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം 2 മുന്നണിയേ ഉള്ളൂ. 77 ഇലക്ഷൻ വരുമ്പോൾ 2 മുന്നണിയേ ഉള്ളൂ. 70കളിൽ 3 മുന്നണികളായിരുന്നു മത്സരം. 77 ആയപ്പോൾ 2 മുന്നണി. ഒരു സൈഡിൽ കോൺഗ്രസും CPIയും ഉൾപ്പെടുന്ന മുന്നണി, മറു സൈഡിൽ CPIഎമ്മും ജനതാ പാർട്ടിയുമാണ് പ്രധാന പാർട്ടികൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുന്നണിയിലുള്ളത് CPIM ഒബ്വിയസ്ലി, പിന്നുള്ളത് ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുണ്ടായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ്ങുകാർ, കമ്മ്യൂണിസ്റ്റിലെ റൈറ്റ് വിങ് അല്ല, യഥാർത്ഥ റൈറ്റ് വിങ്ങുകാർ, അതായത് ഇന്നത്തെ പറയുകയാണെങ്കിൽ ഇന്നത്തെ BJPയുടെ തുടക്കക്കാർ. അത് BJPയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ജനസംഘം എന്ന് പറഞ്ഞാണ്. ജനസംഘം എന്ന് പറയുന്നത് വെച്ചാൽ RSSഉം അതിൻ്റെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ എല്ലാം കൂടെ കൂടുന്ന ഒരു ജനസംഘം എന്ന് പറയുന്നത്. ജനസംഘത്തിനോടൊപ്പം ജനതാ പാർട്ടിയിലുള്ളത്, ശ്രദ്ധിക്കണം, ജനതാ പാർട്ടിയിൽ ജനസംഘിനോടൊപ്പം ഉള്ളത് സോഷ്യലിസ്റ്റുകൾ. ഇവരുടെ എല്ലാ ആദർശങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്, ഐഡിയോളജികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സോഷ്യലിസ്റ്റുകൾ, ജനസംഘം, പിന്നെ സംഘടനാ കോൺഗ്രസ്, ഇവർ 3 പേരുടെ കൂടുന്നത് ഏത് പാർട്ടി? ജനതാ പാർട്ടി. അപ്പോൾ CPM ജനതാ പാർട്ടി. പിന്നെ CPMൻ്റെ കൂടെ ആ മുന്നണിയിലുള്ള മറ്റൊരാളെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്നും വേർതിരിഞ്ഞ് വന്നത്. നമ്മൾ കഴിഞ്ഞ 1975 അടുപ്പിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് മുസ്ലിം ലീഗിൽ ഒരു വിഭജനം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതാരായിരുന്നു? മുസ്ലിം ലീഗിൽ CH മുഹമ്മദ് കോയയുടെ ഒരു പക്ഷം അങ്ങനെയല്ലേ? CH മുഹമ്മദ് കോയയുടെ പക്ഷമല്ല. CH മുഹമ്മദ് കോയയുടെ ഭക്ഷണം പാണക്കാട് പൂക്കോയ തങ്ങളോടൊപ്പം നിന്ന് മെയിൻ മുസ്ലിം ലീഗ്. അത് പക്ഷേ അത്
അതാണ് മെയിൻ മുസ്ലിം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് മെയിൻ മുസ്ലിം ലീഗ്. മറ്റേന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെത് കുഞ്ഞു മുഹമ്മദ് ഹാജിയാണ്. പുള്ളിയും ഒരു 6 പേരുടെ സപ്തകക്ഷി മുന്നണിയിൽ നിന്ന് പുള്ളി കുഞ്ഞു മുഹമ്മദ് ഹാജിയും ഒരു 6 പേരും കൂടി CPI കോൺഗ്രസ് മുന്നണിയിൽ നിന്നും വേർപിരിഞ്ഞ് അവര് CPM-ന്റെ മുന്നണിയിലേക്ക് വരികയാണ്. IUML മെയിൻ മുസ്ലിം ലീഗ് CPI കോൺഗ്രസ് പക്ഷത്താണ്. അപ്പോൾ മുസ്ലിം ലീഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 77-ന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയപ്പോഴേ ബാലകൃഷ്ണപിള്ള മാണി ഗ്രൂപ്പുമായി KM ജോർജ് മരിച്ചതിനെ തുടർന്ന് മാണി ഗ്രൂപ്പിൽ നിന്നും വിഭജിച്ച് പോകുകയും അങ്ങനെ ബാലകൃഷ്ണപിള്ള ഇടതുപക്ഷത്തോടെ ചേരുന്നുണ്ട്. അപ്പം കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ 4 പാർട്ടികൾ ഇപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പാർട്ടി വിഭജിച്ചത് പറഞ്ഞിരുന്നു. അതേതാണ്? കോൺഗ്രസ് മുസ്ലിം ലീഗ് RSP ആണ്. RSP സ്പ്ലിറ്റ് ആയത് പറഞ്ഞു. അതിൽ അവരുടെ ദേശീയ ഗ്രൂപ്പ് ഇടതുപക്ഷമായിട്ട് CPM-ഉമായിട്ട് സഹകരിക്കുമ്പോൾ അവർ കേരളത്തിലെ ഭരണത്തിൽ നിന്ന് മാറി CPM-ഉമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിലെ RSP അതിന് സമ്മതിച്ചില്ല. അങ്ങനെ CPI-യുടെ കൂടെ നിന്നപ്പോൾ കേരള കോൺഗ്രസ് CPI-യുടെ കൂടെ നിന്നപ്പോൾ RSP ദേശീയ തലത്തിലുള്ള ആ പാർട്ടിയുടെ അണികൾ ഇവിടെ ആരോടെ കൂടി? CPM-ന്റെ കൂടെ കൂടി. ഇതാണ് ഒരു സൈഡിലുള്ള മുന്നണി. മറ്റേ സൈഡിലുള്ള മുന്നണി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഒന്ന് പറയൂ. കോൺഗ്രസ്, മെയിൻ മുസ്ലിം ലീഗ്, CPI, RSPയുടെ പ്രാദേശിക കേരള ഘടകം, പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഏത് ഗ്രൂപ്പാണ്? എനിക്കൊന്ന് കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പല്ലേ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് കോൺഗ്രസിൻ്റെ കൂടി ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 മുന്നണികൾ തമ്മിലാണ്. ഇനിയുണ്ട് കോൺഗ്രസ് CPI മുന്നണിയിൽ ഇനിയും NDP ഉണ്ട്. അതായത് NDP എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി നായർ സൊസൈറ്റി NSS തുടങ്ങിയത്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്. ഇത്രയും പാർട്ടികൾ കൂടെ നിൽക്കുന്നു NDP-യോട്. പിന്നെ അവരുടെ PSP ഉണ്ട്. ഇത് ഇത്രയും കക്ഷികളുണ്ട് ആ ഭാഗത്ത്. SRP അന്നുണ്ടായിരുന്നു. NDP ഉണ്ടായതിനു ശേഷം സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടി അതാരുടെയാ? SNDP-യുടെയാണ്. ഈഴവരുടെ SNDP-യുടെ പേരിൽ. പക്ഷെ അതിനെ കരുണാകരൻ ഗ്രൂപ്പ് കൂടെ കൂട്ടിയില്ല. കാരണം എന്താണ്? ആ പാർട്ടി മാറി വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ആ പാർട്ടി പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവർക്ക് നേട്ടമാണെന്ന് വെച്ചിട്ട് ഇവരവരെ കൂട്ടിയില്ല. അങ്ങനെ SRP-യെ കൂടെ കൂട്ടാതെ SRP ആരുടെ കൂടെയും കൂടാതെ നിന്നുകൊണ്ട് ഒരു ഇലക്ഷനാണ് നടന്നത്. ഈ ഇലക്ഷന് നടന്നപ്പോൾ അടിയന്തരാവസ്ഥയുടെ കഴിഞ്ഞുള്ളതാണ്. ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായപ്പോൾ ഇവിടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ജയിച്ചത്. അപ്പോൾ 1977-ലെ ഇലക്ഷനിലെ സീറ്റുകളുടെ എണ്ണം വീണ്ടും കൂടി. ആദ്യത്തെ 1957-ലെ ഇലക്ഷൻ എത്ര സീറ്റ്? 57-ലെ ഇലക്ഷന് 126. അത് കഴിഞ്ഞിട്ട് അത് 133 ആവുന്നുണ്ട്. 65-ലെ ഇലക്ഷൻ ആണെന്നോ എൻ്റെ ഓർമ്മ. 133 ആവുന്നുണ്ട്. പിന്നീട് ഈ ഇലക്ഷൻ ആയപ്പോൾ എന്തോ ആയി? 140 സീറ്റുകളിലേക്കാണ് 1977-ലെ ഇലക്ഷന് നടക്കുന്നത്. 140 സീറ്റുകളൊക്കെ. അതിൽ 111 സീറ്റുകൾ നേടി കോൺഗ്രസ് CPI സഖ്യം തൂത്തുവാരി. നിയമസഭയിലുള്ള സീറ്റുകൾ 141 ആയിരുന്നു. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാല് ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. ഇപ്പോൾ 2020-21 എങ്ങാണ്ട് സൈമൺ ബ്രിറ്റോ ആംഗ്ലോ ഇന്ത്യൻ ആയിട്ട് ലാസ്റ്റ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. അത് കഴിഞ്ഞ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുടെ ആ സീറ്റ് എടുത്ത് മാറ്റി. അപ്പോൾ ഇപ്പം 140 ഓക്കെ. അപ്പോൾ 1977-ലെ ഇലക്ഷനിൽ 140 ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇലക്ഷൻ നടന്നു. ഈ ഇലക്ഷൻ നടന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 70-ലെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ജയിച്ചു. അച്യുത മേനോൻ മാത്രം മത്സരിച്ചില്ല. പുള്ളി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറി ഇതൊക്കെ. അതുകൊണ്ട് 77-ല് പിന്നെ മത്സരിച്ച എല്ലാ മന്ത്രിമാരും ജയിച്ചു. ഒരു മന്ത്രി ഒഴിച്ച്. ഏത് മന്ത്രി? പോൾ പി മാണി എന്ന് പറഞ്ഞ ഒരു മന്ത്രി മാത്രമാണ്. പോൾ പി മാണി. പുള്ളി മത്സരിച്ചത് കുന്നത്തുനാടിൽ നിന്നാണ്. കുന്നത്തുനാടെന്ന് പറഞ്ഞാൽ ഐരാപുരം ആ ഭാഗമാണ്.
കുന്നത്തുനാടിൽ നിന്ന് മത്സരിച്ചു.